വളരെ റീസെൻ്റ്ലി ആപ്പിൾ റിലീസ് ചെയ്ത ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് iOS 17.2. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 17.2 അപ്ഡേറ്റ് നമ്മളുടെ ഡിവൈസുകൾ ഐഫോൺ 13 Pro, 14 Pro, 15 Pro, 12 ഈ ഡിവൈസുകളെല്ലാം റൺ ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആണ്. ഇതിലൂടെ നമ്മൾ ബാറ്ററി പെർഫോമൻസ്, അതിൻ്റെ ബഗ്ഗുകൾ, അതിനുള്ള സൊല്യൂഷൻസ് ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം, ഏതൊരു അപ്ഡേറ്റ്, അതിപ്പോൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അപ്ഡേറ്റ് കഴിഞ്ഞാലും കാണുന്ന സ്ഥിരം കമൻറ്റുകളാണ് ഈ ഒരു അപ്ഡേറ്റ് 13 ചെയ്താൽ, 12 ചെയ്താൽ, 11 ചെയ്താൽ, 10R 15 ചെയ്താൽ പ്രോബ്ലം ഉണ്ടോ എന്നുള്ള കാര്യം. ഇതിനുള്ള ഉത്തരം ഞാൻ നേരത്തെയും പല വീഡിയോസിലും മെൻഷൻ ചെയ്തതാണ്. അത് വീണ്ടും ഞാൻ എടുത്തു പറയുവാണ്. അതിനുള്ള കാരണം ഐഫോൺ 12, 13, 14, 15 എല്ലാം ധാരാളം ആളുകൾ നമ്മുടെ ഇടയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡിവൈസുകളെ എല്ലാം യുണീക്ക് ആക്കുന്നത് അത് ഉപയോഗിക്കുന്ന ആളുകളാണ്. സോ ഞാൻ ഉപയോഗിക്കുന്ന പോലെയല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെയല്ല മറ്റൊരാൾ ഉപയോഗിക്കുന്നത്. സോ എല്ലാവരുടെയും യൂസേജും യൂസിങ് ചെയ്യുന്ന അവസ്ഥകളും അതിൻ്റെ രീതികളും വ്യത്യാസമാണ്. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളിടത്ത് എന്ത് സംഭവിച്ചു എന്ന് കരുതി നമ്മളുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. ഇതുപോലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ടുണ്ടാകുന്നത് നമ്മളുടെ ഉള്ളിലുള്ള പേടിയാണ്. കാരണം നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വാങ്ങിയേക്കുന്ന ഡിവൈസിൽ ഒരു അപ്ഡേറ്റ് കൊണ്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡിവൈസുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മുടെ ഐഫോൺ 13. ഞാൻ ഈ ഒരു iOS 17.2 ആണ് നമ്മൾ ഐഫോൺ 13. അതൊന്ന് കൺഫേം ചെയ്യാം. അതിനുവേണ്ടി ഞാനൊന്നും കൂടെ കാണിക്കാം. 17.2 ആണ് നമ്മൾ ഐഫോൺ 13 പ്രോയിൽ ഞാൻ റൺ ചെയ്യുന്നത്. 17.2 അപ്ഡേറ്റ് ഇതിൽ ചെയ്തതിന് ശേഷം ഇത്രയും ദിവസമുള്ള യൂസേജിൽ എനിക്ക് അങ്ങനെ പറയത്തക്ക പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ഡിസ്പ്ലേ ഇഷ്യൂ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പല ഡിവൈസുകളും പല യൂസേഴ്സിനും പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇഷ്യൂ വൺസ് അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അതേ സെയിം ഇഷ്യൂ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ പ്രോബ്ലം ഡിവൈസുകളിൽ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുപോലെ റീസെൻ്റ്ലി പല ആളുകളും കമൻസും മെസ്സേജുമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, 13 മാത്രമല്ല 14 ഡിവൈസുകളിലും ഈ പറഞ്ഞ പ്രോബ്ലംസ്, അതായത് ഡിസ്പ്ലേയുടെ ഇഷ്യൂ അല്ലെങ്കിൽ കംപ്ലൈൻറ്റുകൾ കാണുന്നു എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ അത് എത്രത്തോളം കറക്റ്റാണ് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആണുള്ള യാതൊരു ഡീറ്റെയിൽസും എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു ഡിസ്പ്ലേ കംപ്ലയിൻസിനെ പറ്റി അല്ലെങ്കിൽ ഡിസ്പ്ലേ ഇഷ്യൂ റെക്ടിഫൈ ചെയ്യുന്നതിനെ പറ്റി യാതൊരു രീതിയിലുള്ള ഒഫീഷ്യൽ പ്രോഗ്രാംസോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെയോ ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. എന്നാൽ അറിയാൻ സാധിച്ചത് അപ്ഡേറ്റുകൾ കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേ കംപ്ലയിൻറ്റ്, അതിപ്പം വാറൻറ്റിയുള്ള ഇല്ലാത്ത ഡിവൈസുകളാണെങ്കിലും ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട്, അതായത് നേരത്തെ ഉണ്ടായതിനേക്കാൾ കുറച്ചും കൂടെ ലിബറലായിട്ടുള്ളൊരു സപ്പോർട്ട് ആപ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡിസ്പ്ലേയിൽ ലൈൻ വീഴുന്നതിന്, അതായത് ഗ്രീൻ കളറിലെ ലൈനോ കാര്യങ്ങളോ ഒന്നും വീഴുന്നതിന് അതിന് റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്നാൽ അപ്ഡേറ്റിന് ശേഷം ഉണ്ടാകുന്ന ഫുള്ളി നമ്മളെ ഡിസ്പ്ലേ വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ മൾട്ടി കളർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആപ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രീവിയസ്ലി ഉണ്ടായതിനേക്കാൾ ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഫ്രീ റീപ്ലേസ്മെൻറ്റ് നമുക്ക് ലഭിക്കാനുള്ള കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി സാധ്യതകൾ നമുക്കിപ്പം വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൾറെഡി ഈ ഒരു വീഡിയോയിൽ ആപ്പിളിൻ്റെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാറൻറ്റി എക്സ്റ്റൻഷൻ പ്ലാനുകളെ പറ്റിയും അതോടൊപ്പം ഡിസ്പ്ലേക്ക് ഇഷ്യൂസ് ഇതുപോലെ കംപ്ലൈൻറ്റുകൾ സംഭവിച്ചാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന 2-3 മെത്തേഡ്സും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത്, അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള പെർഫോമൻസിനെ പറ്റി ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ ഒരു 17.2 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എല്ലാ ഡിവൈസുകളും, ഇത് റൺ ചെയ്യുന്ന സകല ഡിവൈസുകളും എനിക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഗ്ലിച്ചോ ഹിക്കപ്പോ കാര്യങ്ങളൊന്നും എവിടെയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം, നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത കഴിഞ്ഞ 17.1.2 അപ്ഡേറ്റിൻ്റെ ഫോളോ അപ്പിൽ ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, ഒരൊറ്റ സമയം ഞാൻ ഇങ്ങനെ ഡിസ്പ്ലേയിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ സ്ക്രീൻ വേക്ക് ആകാത്ത ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഐഫോൺ 15 പ്രോയിൽ മാത്രം തോന്നി. ബാക്കി ഡിവൈസുകളൊന്നും പ്രശ്നം, ഈ ഒരു പ്രോബ്ലം ഞാൻ കണ്ടില്ല. ഇതുപോലെ ടാപ്പ് ചെയ്യുമ്പം ഡിസ്പ്ലേ വേക്ക് ആകാതിരിക്കുന്നു എന്നുള്ള പ്രശ്നം. നമ്മൾ പവർ ബട്ടൺ ആക്സസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഡിസ്പ്ലേ വേക്ക് ആകത്തുള്ളൂ. ഒറ്റ പ്രാവശ്യം ആ ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തായിരുന്നു. ജസ്റ്റ് ഒരു റീസ്റ്റാർട്ട് കൊണ്ട് എനിക്ക് ആ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ സാധിച്ചതുമാണ്. പിന്നീട് പല യൂസേഴ്സും മെൻഷൻ ചെയ്ത മറ്റൊരു ബഗ്ഗാണ് നമ്മുടെ കോൾ സ്ലൈഡർ. അതായത് കോൾ വരുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സ്ലൈഡ് ടു ആൻസർ എന്ന് പറയുന്ന ആ ഒരു സ്ലൈഡർ വരും. അത് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുക എന്നുള്ളൊരു അവസ്ഥ. കോൾ വരുന്ന സമയത്ത് ഇവിടുത്തെ ഈ സ്ലൈഡർ നമുക്ക് ചിലപ്പം 15 ചില ഡിവൈസുകളിലൊക്കെ ഈ ഒരു പ്രോബ്ലം കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്ലൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. എത്ര നമ്മൾ ടാപ്പ് ചെയ്താലും നമുക്ക് സ്ലൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല.
അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നിങ്ങൾ ഈ ഒരു പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ വേക്കപ്പ് ആവും. ആ സമയത്ത് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പ്രോബ്ലം, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പ്രോബ്ലത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് നിങ്ങൾ ഈ സ്ലൈഡറിലും കാണുന്നത്. അതായത് നമുക്ക് സ്ക്രീൻ വേക്ക് ആകാത്ത ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ആകാത്ത, ടച്ച് രജിസ്റ്റർ ആകാത്ത ഒരു പ്രോബ്ലമാണ്. അത് സോഫ്റ്റ്വെയർ ബഗ്ഗാണ്, അത് ഹാർഡ്വെയർ ഇഷ്യൂ ഒന്നുമല്ല. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒരു പരിധി വരെ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അങ്ങനെയും ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസെറ്റ് ഓൾ സെറ്റിങ്സ് ചെയ്യാവുന്നതാണ്. സെറ്റിങ്സ് ജനറൽസ്, അതിലേറ്റവും താഴെ നമുക്ക് റീസെറ്റ് ഓൾ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ഡിവൈസിലെ ഫോട്ടോ, വീഡിയോ അല്ലെങ്കിൽ ഡാറ്റ ഒന്നും നഷ്ടപ്പെടത്തില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടി ആപ്സ് എല്ലാം തന്നെ, ഇതിന് വന്നേക്കുന്ന അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ഞാൻ പ്രോപ്പറായിട്ട് നമ്മുടെ ആപ്പ് സ്റ്റോർ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഓവറോൾ 17.2 അപ്ഡേറ്റ് ഡിവൈസുകളിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് വളരെ മികച്ച തന്നെ ഒരു പെർഫോമൻസ് തന്നെയാണ്. രണ്ടാമത് ബാറ്ററിയാണ്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ധാരാളം ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആയതിൻ്റെ കമൻസ് ധാരാളമാണ്. കഴിഞ്ഞ വീഡിയോയിലും അതിന് മുന്നത്തെ വീഡിയോസിലും എല്ലാം ഞാൻ കണ്ടു. അതിൽ വളരെ ബ്രാൻഡ് ന്യൂ ഡിവൈസുകളിൽ 2-3 മാസം മാത്രമുള്ള iPhone 15, 14 ഡിവൈസുകളിലൊക്കെ ബാറ്ററി ഹെൽത്ത് 98-99% ഡ്രോപ്പായി എന്നുള്ള കമൻസുകളൊക്കെ ഞാൻ കണ്ടു. സോ ബാറ്ററി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം കറൻറ്റ്ലി നമ്മളുടെ ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ iPhone 15 Pro ആണ്. ഇതിലെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസ് ഇപ്പം 3 മാസത്തോളമായി. നമ്മുടെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 100% ആണ്. ഇനി iPhone 13 Pro നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ 86% ആണ് നമ്മളുടെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. സോ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകുന്ന പുറകിൽ ഒരൊറ്റ കാര്യമുള്ളൂ, ബാറ്ററി ഹീറ്റ് ആകുന്നു. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ ബാറ്ററി ഹീറ്റ് ആകുന്നു. അൺഈവനായിട്ട് ഹീറ്റ് ആകുന്നതുകൊണ്ടാണ് ഈ ബാറ്ററി ഹെൽത്ത് വളരെ പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ആകുന്നത്. ഇനി ഈ ഡ്രോപ്പ് ആകാനുള്ള അതിൻ്റെ പുറകിലുള്ള 2-3 കാര്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, അതിലൊന്ന് നമ്മുടെ ഡിവൈസിൻ്റെ യൂസേജ്, 2 നമ്മളുടെ ചാർജിങ് രീതികൾ, നമ്മുടെ ഡിവൈസ് ചാർജ് ചെയ്യുന്ന രീതികൾ. സോ ഇതിൽ രണ്ടിലും പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടല്ല ഫോളോ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആവും വളരെ പെട്ടെന്ന് തന്നെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നേക്കാൾ പെട്ടെന്ന്. ഇനി ഇതിൽ മൂന്നാമതുള്ള ഒരു സിനാറിയോ എന്താണെന്ന് വെച്ചാൽ ഹാർഡ്വെയറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട്, അതായത് ബാറ്ററിക്ക് ഫിസിക്കലി എന്തെങ്കിലും ഡാമേജ് ഉള്ളതുകൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. സോ അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് ഉണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈസ് ഡയഗ്നോസ് ചെയ്യണം. അതിനൊന്നെങ്കിൽ നിങ്ങൾ ആപ്പിൾ സപ്പോർട്ട് ആപ്പ് വഴി നിങ്ങൾ ഡയഗ്നോസ് ചെയ്യുക, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഡയഗ്നോസ് ചെയ്യുക, ചാറ്റ് ചെയ്തോ കോളിലൂടെ നമുക്ക് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ആപ്പിളുടെ സർവീസ് സെൻറ്ററിൽ, ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സിൽ കൊണ്ടുപോയി അവരെ കാണിച്ച് ഡിവൈസ് ഡയഗ്നോസ് ചെയ്യുക. നമ്മളുടെ യൂസേജ് കൊണ്ടും നമ്മളുടെ ബാറ്ററി ചാർജിങ് രീതികൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ കംപ്ലയിൻറ്റ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലേലിസ്റ്റ്, ഇതിലുള്ള വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇതിൽ ഞാൻ പറഞ്ഞ രീതികൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ, സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഹീറ്റ് ഒക്കർ ചെയ്യുന്ന കാര്യം, നിങ്ങൾ ഡിവൈസ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകുന്നു എന്നുള്ള പേടിയുണ്ടെങ്കിൽ, നിങ്ങൾ ഡിവൈസ് ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കേസുകൾ, നമ്മുടെ ഡിവൈസിൻ്റെ കേസ് അത് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ ചാർജ് ചെയ്യുക. രണ്ടാമത് ബാറ്ററി ഡ്രെയിനിങ് സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം 1-2 ദിവസം എടുക്കും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പല കാര്യങ്ങൾ, ഇൻഡെക്സിങ് കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയി ഇതിൻ്റെ ബാറ്ററിയുടെ പൂർണ്ണമായിട്ടുള്ളൊരു ബാക്കപ്പ് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് 2 ദിവസമെങ്കിലും മിനിമം എടുക്കും. സോ ഈ 2 ദിവസത്തിന് ശേഷമേ ഉള്ളൂ. അതുവരെയുള്ള ഈ ബാറ്ററി ഡ്രെയിനിങ് കാര്യങ്ങളൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. 2 ദിവസത്തിന് ശേഷമുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. iOS 17.2 അപ്ഡേറ്റിന് ശേഷം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ബാക്കപ്പ് നമ്മളുടെ iPhone 15 13 Proയിലും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ 5G യൂസ് ചെയ്താണ് ഡിവൈസ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 5G ഒഴിവാക്കുക. LTEയിൽ നിങ്ങൾ ഈ ചെയ്തേക്കുന്ന പോലെ LTEയിൽ യൂസ് ചെയ്യുക. നമ്മുടെ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ 5G നമുക്ക് ഡിസേബിൾ ചെയ്യാം. LTE നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം 5G കൂടുതലായിട്ടും ബാറ്ററി ഡ്രെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും പല ആളുകളും കൺഫ്യൂസിങ് ആകുന്ന ഒരു കാര്യമാണ്, അപ്ഡേറ്റുകൾക്ക് ശേഷം സ്റ്റോറേജ് കുറയുന്നു എന്നുള്ള കാര്യം. പല കമൻസിലും മെസ്സേജിലും ഞാൻ കണ്ട ഒരു കാര്യമാണ്. അതായത് ഒരിക്കലും വരുന്ന അപ്ഡേറ്റ് നമുക്ക് ഓരോ തവണയും നമ്മുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുമ്പം സ്റ്റോറേജ് കുറയുന്നില്ല. സ്റ്റേബിളായിട്ട് ആ ഒരു കൃത്യം സൈസ് തന്നെയാണോ അത് കീപ്പ് ചെയ്താണ് എപ്പോഴും നിൽക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അപ്ഡേറ്റുകൾ നമ്മൾ OTA ചെയ്താലും ഐറ്റ്യൂൺസ് ഉപയോഗിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താലും ആ സ്റ്റോറേജ് എത്രയാണോ അതിന് അലോക്കേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു കൃത്യം സ്പേസ് അത് എടുക്കത്തുള്ളൂ. അതിൽ കൂടുതലേക്ക് 50-30 GB ഒന്നും സ്റ്റോറേജ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ സോഫ്റ്റ്വെയറിൻ്റെ സ്റ്റോറേജ് ഒരിക്കലും കൂടത്തില്ല. ഈ ഒരു 12-13 GB എപ്പോഴും നമ്മുടെ OS അപ്ഡേറ്റിൻ്റെ ആ ഒരു സ്റ്റോറേജ് എപ്പോഴും ടോട്ടൽ സൈസ് നിൽക്കത്തുള്ളൂ. അതിന് മുകളിലേക്ക് അങ്ങനെ പോകത്തില്ല. ഇനി ഇതിൽ കാണുന്ന പോലെ സിസ്റ്റം ഡാറ്റയാണ് നമ്മളെ സ്റ്റോറേജ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി കുറച്ച് ഓൾഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ നമ്മൾ അതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ബാറ്ററി ബാക്കപ്പ് ഡ്രെയിനിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിംഗ്സിൽ പോവുക,
റീസെറ്റ് ഓപ്ഷനിൽ പോയിട്ട് റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിവൈസിലെ ഡാറ്റ കാര്യങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടത്തില്ല. ഫോട്ടോ വീഡിയോ എല്ലാം തന്നെ അവിടെ തന്നെ കാണും. പക്ഷേ വൈഫൈ പാസ്വേഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റീസെറ്റ് ആവും. ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അത് ഈ റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് ചെയ്താൽ ഉടനെ തന്നെ ബാക്കപ്പ് ലഭിക്കുമെന്നല്ല, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അതിൻ്റെ കൃത്യമായുള്ള ആ ഒരു ട്യൂണിങ് തിരിച്ച് കിട്ടുന്നതായിരിക്കും. പിന്നീട് ചില കമൻസും മെസ്സേജായിട്ടും കണ്ട ഒരു കാര്യമാണ്, അപ്ഡേറ്റ് ചെയ്തപ്പോൾ അവർ ഫേസ് ID പാസ്കോഡ് ഡിസേബിൾ ആയി, അല്ലെങ്കിൽ ഇതിവിടെ കാണുന്നില്ല, സെറ്റിങ്സിൽ കാണുന്നില്ല എന്നുള്ള കാര്യം, അങ്ങനെ ഒരു ഓപ്ഷനേ കാണുന്നില്ല എന്നുള്ള കാര്യം. സോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം, അതൊരു പ്രോബ്ലം അല്ല, നമ്മൾ തന്നെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സെറ്റിങ്സ് ആണ്. അത് അങ്ങനെ നിങ്ങൾ കാണുന്നില്ല, നിങ്ങളത് ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം ഓപ്ഷനിൽ പോവുക. അതിലേറ്റവും താഴത്തേക്ക് പോയി കണ്ടന്റ് ആൻഡ് പ്രൈവസി ഓപ്ഷനിൽ പോയി ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുക. അതിലേറ്റവും താഴെ നിങ്ങൾക്ക് കാണാം പാസ്കോഡ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് ഡോണ്ട് അലോ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ അലോ കൊടുക്കുക. അലോ കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് അവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഈ ഒരു ഓപ്ഷൻ അവിടെ എനേബിൾ ആകുന്നതായിരിക്കും, വിസിബിൾ ആകുന്നതായിരിക്കും. ആൻഡ് ഫൈനലി 17.2ലും iPadOS 17.2 അപ്ഡേറ്റിലും നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യാതെ പോയ ഒരു കാര്യമാണ്, നമുക്ക് ഇതിൽ വന്നേക്കുന്ന CVE എൻട്രീസ്, അതായത് സെക്യൂരിറ്റി പാച്ചസ്. ഏകദേശം 10-15ഓളം സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ബ്ലൂടൂത്ത്, ഫൈൻ മൈ, ഇമേജ് IO, കേണൽ, അത് ബേസ് ചെയ്തിട്ടുള്ള ധാരാളം പാച്ചസ് ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി വെബ്കിറ്റ് ബേസ് ചെയ്തിട്ടുള്ള, സഫാരി ബേസ് ചെയ്തിട്ടുള്ള പാച്ചസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് വെർത്ത് അപ്ഡേറ്റിംഗ് ആണ് ഓവറോൾ നോക്കിയാൽ 17.2. കാരണം കുറേയധികം പുതിയ ഫീച്ചേഴ്സ് iOS 17ൽ ഓഫർ ചെയ്ത കുറേയധികം ഫീച്ചേഴ്സ് ആപ്പിൾ ഈ ഒരു 17.2ൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം സെക്യൂരിറ്റി പാച്ചസ്, വൾണറബിലിറ്റീസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള കുറേയധികം ബഗ്ഗുകളും ആപ്പിൾ ഇതിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ പെർഫോമൻസ്, ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു പെർഫോമൻസും ബാറ്ററി ബാക്കപ്പും ആപ്പിൾ 17.2 ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും തന്നെ അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ രീതികളും മെത്തേഡ്സും സ്റ്റെപ്സും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എങ്കിലും ഒരു കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് ഡിവൈസ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.